ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള ഈ അധിനിവേശം കടന്നുകയറ്റം നമ്മൾ തുടർച്ചയായി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മുനമ്പത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ അതിജീവനത്തിനായി ഒരു വലിയ ജനവിഭാഗം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ വിഷയം ഏറ്റെടുക്കാൻ BJP ഉണ്ടായിരുന്നുള്ളൂ എന്നും നമ്മൾ ആദ്യകാലങ്ങളിൽ കണ്ടതാണ്. BJP ഇപ്പോഴും അതിൻ്റെ മുൻപന്തിയിൽ തന്നെ തുടരുകയുമാണ്. ഏതായാലും കത്തോലിക്ക സഭ കൂടി ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നു, നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മുനമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്നവർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ കത്തോലിക്ക സംഘടനകളുടെയും വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുക. ടിൻഡു ദാസ് ഉണ്ട് വിവരങ്ങളുമായി. ടിൻഡു, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ വിഷയം ആരെയൊക്കെ ബാധിച്ചു തുടങ്ങുന്നു എന്ന് പ്രധാനമായും മനസ്സിലാകുമ്പോൾ ജനങ്ങളെ സ്വന്തം വീടുകളിൽ താമസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന, വർഷങ്ങളായി അവിടെ കരമടച്ച് താമസിക്കുന്ന ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വന്നപ്പോൾ ജനങ്ങളെല്ലാം ജനങ്ങളായി തന്നെ നിൽക്കുന്നതും അവിടെ ജാതിയോ മതമോ ഒന്നും പ്രസക്തമല്ലാതാകുന്നതും നമ്മൾ കണ്ടതാണ്. ഈ കൂട്ടായ്മകളിൽ അവർ ആരോരുമില്ലാതെ നിന്നപ്പോൾ BJP അവരുടെ രക്ഷയ്ക്കെത്തുന്നു, BJP അവരെ സംഘടിപ്പിക്കുന്നു, അവർ സമരരംഗത്തേക്ക് വരുന്നു, അവർ നിലപാട് കടുപ്പിക്കുന്നു. ഈ വിഷയം എത്ര കണ്ട് പ്രശ്നത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കത്തോലിക്ക സഭയും മറ്റ് ക്രൈസ്തവ സഭാ സംഘടനകളും വിവിധ രൂപതകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വന്നതും. ഇന്നിപ്പോൾ എങ്ങനെയാണ് അവർ ഈ പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ് രോഹിണി, വീണ. ചരിത്രത്തിൽ സമീപകാലത്തെങ്ങും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടൊരു കോട്ട് തന്നെ ചേർത്തുകൊണ്ട് നമുക്ക് ഈ വിഷയം സംസാരിക്കാം. വൺസ് ഈസ് വക്കഫ് ഈസ് ഓൾവേസ് വക്കഫ്. ഒരു പ്രാവശ്യം വക്കഫായി കഴിഞ്ഞ ഭൂമി എല്ലായ്പ്പോഴും വക്കഫായിരിക്കും. നമുക്കറിയാം, മുനമ്പത്തെ വിഷയം ഇത്ര കണ്ട് ചർച്ചയാകുമ്പോഴാണ് ഒരു ഈ വക്കഫ് എന്ന വിഷയം എത്രത്തോളം മനുഷ്യത്വരഹിതവും അതോടൊപ്പം തന്നെ എത്രത്തോളം നീതി ഇല്ലായ്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുനമ്പം വിഷയത്തിൽ ഏതാണ്ട് 200 മുതൽ 300 വരെയുള്ള നേരിട്ടാണ് കുടുംബങ്ങളെ ഈ വഖഫ് വിഷയം ബാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 600ഓളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് തങ്ങളുടെ കുടുംബവും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റു സംഘടനകൾ അല്ലെങ്കിൽ മറ്റു ജനകീയ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഈവൻ സർക്കാർ പോലും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തിനാണെന്നാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവിടെയാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭ, ലത്തീൻ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങുകയാണ്. ചെറായിയിലെ മുനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വേണ്ടി അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഈ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടുള്ളത് BJP എന്ന സംഘടന മാത്രമാണ്. മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ വളരെ നയതന്ത്രപരമായിട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിപൂർവമായിട്ട് ഈ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. വഖഫിന്റെ വ്യാപ്തി അല്ലെങ്കിൽ വഖഫ് എങ്ങനെയാണ് ഒരു ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലും തമിഴ്നാടിലും ഒക്കെ ഈ വിഷയം വന്നപ്പോൾ നമുക്ക് ഒരുപക്ഷെ അത് അത്രയും വൈകാരികമായിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ ജനങ്ങളെ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ അത് മുനമ്പത്ത് വന്നപ്പോൾ അത് നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറി. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ മേഖലകളിൽ തീരം നഷ്ടപ്പെടുമ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ ആ തീരപ്രദേശത്തെ അവരുടെ വീടുകൾ, അവരുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി എങ്ങനെയാണ് വേദനിച്ചത്, അവർക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അവിടെ തന്നെ നിർത്താൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അതുപോലെയാണോ, അതുപോലെയല്ല ഈ വിഷയങ്ങൾ. അതാണ് ചർച്ച ചെയ്യേണ്ടത്. കഴിഞ്ഞ 75 വർഷമായി ഏതാണ്ട് 3 തലമുറകൾ ജീവിച്ച് മരിച്ച മണ്ണാണ് ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡിന് വേണ്ടി അല്ലെങ്കിൽ വഖഫിന്റെ അധിനിവേശങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ജനങ്ങൾ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധാഗ്നി തന്നെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ ഒരു തവണ സർക്കാർ ഒരു ചർച്ച വിളിക്കുന്നു, സർക്കാരിന്റെ സൗകര്യപൂർവ്വം അത് മാറ്റുന്നു, പിന്നീടും സർക്കാർ ചർച്ച വിളിക്കുന്നു, അതും ഇതുവരെ ഫലം കണ്ടില്ല. അപ്പോൾ ഏതാണ്ട് 600ഓളം വരുന്ന കുടുംബങ്ങൾ അത് ഇപ്പോൾ ഒരു വേറൊരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭാ വിഷയത്തിലേക്ക് തന്നെ അത് മാറുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ലത്തീൻ
കത്തോലിക്ക സഭ അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ബിഷപ്പ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. ആ യോഗത്തിന്റെ മുഖ്യ അജണ്ട തന്നെ ഇതായിരുന്നു. വഖഫ് വിഷയത്തിൽ മുനമ്പത്തെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ പ്രതിഷേധാഗ്നിയായി തന്നെ മാറുകയാണ്. അവരുടെ കിടപ്പാടം തിരിച്ചു വരാം ടിൻഡുവിലേക്ക് എത്താം.